ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേക്കാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ അയച്ചു. 4 മുട്ട വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 4 മുട്ട ഒരു പാത്രത്തിലോട്ട് പൊടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള 4 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് അളവാണ് പറയുന്നത്, നമ്മൾ കപ്പിൻ്റെ അളവല്ല പറയുന്നത്. 4 മുട്ടയ്ക്ക് 4 വലിയ സ്പൂണ് പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, കുറച്ച് ഏലക്കപ്പൊടി, കുറച്ച് സോഡാപ്പൊടി, ഇത്രയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒന്ന് അത് റെഡിയാക്കിയിട്ട് ആദ്യം നമ്മൾ ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട് വലിയ പിന്നെ കൂട്ടി കൊണ്ടുപോകണം കേട്ടോ. നമ്മുടെ മിക്സൊക്കെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് വേണം മൈദ ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാതെ മൈദ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ നമുക്ക് കേക്ക് പൊങ്ങി കിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് നമ്മളിങ്ങനെ മൈദ 4 സ്പൂണ് മൈദ തന്നെയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. സ്പൂണിൽ നിന്ന് പറയുമ്പോൾ നിറയെ കമിഴ്ത്തി അങ്ങനെ കോരുമ്പോൾ കറക്റ്റാണ്. 4 മുട്ടയ്ക്ക് 4 സ്പൂണ് വലിയ സ്പൂണ് കേട്ടോ. ഈ പഞ്ചസാര എടുത്ത അതേ സ്പൂൺ തന്നെയാണ്. എന്നിട്ട് ഇതേപോലെ ഒരേ ഭാഗത്തേക്ക് മാത്രം വെച്ച് സ്പാച്ചിലോ വെച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. റിബൺ പരുവത്തിൽ വേണം ഇത് ഇങ്ങനെ ഒഴിക്കുമ്പം താഴേക്ക് വീഴാനായിട്ട്. അതിനുശേഷം നമുക്ക് പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അണ്ടിപ്പരിപ്പും ഗ്യാസിനട്ടൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയതിന് ശേഷം ഞാനിപ്പോൾ ഷോർട്സിലാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം വലിയ വീഡിയോ ഒക്കെ എടുക്കാനുള്ള മടുപ്പ് കൊണ്ടാണ്. കാരണം വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയല്ലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് മൂപ്പിക്ക് കൊണ്ടുപോകാനും ഒന്ന് ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ കേക്ക്? അടിപൊളിയല്ലേ? നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ എല്ലാവരും ഷോർട്സ് കാണാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം വലിയ വീഡിയോ ഒന്നും കാണാൻ ആർക്കും ടൈമില്ല അല്ലേ? എനിക്കും ഇല്ല. ഞാനും ഇങ്ങനെ ഇതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഷോർട്സ് മാത്രമാണ് നോക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബറിനൊക്കെ ഷോർട്സ് തന്നെയായിരിക്കും കാണാൻ താല്പര്യം എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇടുന്നത്. പിന്നെ ആദ്യമൊക്കെ വലിയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിന് നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും വലിയ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. ഞാനന്ന് ഷോർട്സ് ഇടാറേ ഇല്ല. ഫുൾ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഷോർട്സിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോയി എന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുമല്ല നല്ല സ്നാക്സ് റെസിപ്പി തന്നെ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.